Hello guys and welcome back to another video of my YouTube box. Hello guys and welcome back to another video of Innovative. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാ യൂട്യൂബേഴ്സിനും ആവശ്യമുള്ള ചില ഘടകങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ തമ്പനെയിൽ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം. മൂന്നാമത്തെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ഓഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് മൂന്നും നമ്മളെ വീഡിയോന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ മൊബൈലിൽ നമുക്ക് നല്ല കിടിലൻ തമ്പനെയിൽ ഉണ്ടാക്കാം, നല്ല HD ക്വാളിറ്റിയിലുള്ള തമ്പനെയിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് രണ്ട് ആപ്ലിക്കേഷനാണ് ആവശ്യമുള്ളത് ഫ്രണ്ട്സ്. ഒന്ന് പിക്സൽ ലാബ്, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറയുന്ന രണ്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇത് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഡിറ്റിങ്ങിലോട്ട് പോവേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ വേണ്ട ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസറാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ആ തമ്പനെയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ നമ്മൾ എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റോ വേറെ ഏതെങ്കിലും ഒരു കളറായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ ആ ഫോട്ടോ നിങ്ങൾക്ക് ഏത് വരെ വേണോ ആ ഒരു അളവെടുത്തിട്ട് നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് കട്ട് ചെയ്യുക. ഇപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഡണ്ണെന്ന് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ ആ ഫോട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാം. ഇവിടെ ഓട്ടോ ഉണ്ട്, മാജിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സിമ്പിളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് കൈ വിടുക. അപ്പോൾ ഇതേ വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ നമ്മൾ പതുക്കെ നമ്മൾ ഇറേസ് ചെയ്തെടുക്കുക. വളരെ ഈസിയാണ് ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ്. അതൊരു വലിയൊരു കാര്യമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇറേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തതിനു ശേഷം മുകളിൽ ഡണ്ണിൻ്റെ ഒരു സിമ്പിൾ കാണും, ഡണ്ണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്യുക. ഫോട്ടോ സേവ് ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല ഫ്രണ്ട്സ്. നമ്മൾ അടുത്ത ആപ്ലിക്കേഷനിൽ പോകാം. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ പോകാം. ആ പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ തമ്പനെയിലിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 16:9 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് തമ്പനെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇമേജ് സൈസിൽ പോകുമ്പം ഇവിടെ 1280, അതുപോലെ തന്നെ ഹൈറ്റും 1280 എന്ന് കിടപ്പുണ്ട്. വിത്തും 1280, ഹൈറ്റും 1280 എന്ന് കിടപ്പുണ്ട്. അതുപോലെ മുകളിൽ തന്നെ അവിടെ പ്രീസെറ്റ് എന്ന് കിടപ്പുണ്ട്. പ്രീസെറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ യൂട്യൂബ് തമ്പനെയിൽ എന്ന് ഇവിടെ കിടപ്പുണ്ട്. യൂട്യൂബ് തമ്പനെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്. ഇത് യൂട്യൂബിന് വേണ്ടി തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ അടുത്തതായിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കളർ മാത്രമല്ല, നമുക്ക് വേറെയും പല ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഓപ്ഷൻസിലെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എൻ്റെ കളർ മാറ്റാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നു ഇവിടെ കളർ ചേഞ്ചിങ് പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം എന്താ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കളറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കളേഴ്സ് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രേഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കളർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് ആവശ്യം. ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഷെയ്ഡാണ് ആവശ്യം ഫ്രണ്ട്സ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. എനിക്ക് ഈ ഷെയ്ഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷനുണ്ട്, ഇമ്പോർട്ട് ചെയ്യുക. ഇതിൽ ഈ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മോഡലിലുള്ള കാര്യവും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അതിൽ എൻ്റെ ഫോട്ടോ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോ നല്ലൊരു ക്ലാരിറ്റിയിൽ തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് എനിക്ക് ചെയ്യാം.
അപ്പം ആ ഫോട്ടോയുടെ മോഡിഫിക്കേഷൻ നമുക്കൊന്ന് ചെയ്യാം. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യാതെ കണ്ടോ ഫ്രണ്ട്സ്, അതൊരു നമ്മുടെ ഫോട്ടോ ഒന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത് പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നു. സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തയിലോട്ട് പോകുക. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഷാഡോ. നമുക്ക് ഷാഡോയും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഷാഡോയും കൂടെ വരുമ്പോൾ ഒരു പിക്ചറിനൊരു എടുപ്പ് വരും. അതുപോലെ തന്നെ നമ്മൾ ഷാഡോയും കൂടെ ആഡ് ചെയ്യുക, ഓക്കെ ചെയ്യുക. ഓക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ്, ഇപ്പം ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്, അതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്ത് ടെക്സ്റ്റാണ് അടിക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിലെ ടെക്സ്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ അടിക്കാൻ പോകുന്നത്. നമുക്ക് ചെയ്യാന്നുള്ള എങ്ങനെ നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം ഫോണിൽ നിന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വന്നത്. അപ്പം ഞാൻ ഫോണിൽ എങ്ങനെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട്സ് കാണാൻ ഫ്രണ്ട്സ് ഞാൻ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടില്ല. തമ്പനെയിൽ HD ക്വാളിറ്റിയിലുള്ള തമ്പനെയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനത് ക്രിയേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിൽ കുറച്ച്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൺ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സൈസ് കൂട്ടാൻ കുറയ്ക്കാം. നമ്മുടെ ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് തമ്പനെയിലിൻ്റെ ഇത് വലുതാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. നമ്മുടെ ഫോട്ടോ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. നമ്മുടെ ഫോണ്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. അങ്ങനെ കുറച്ച് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ഒരു വ്യത്യാസമായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇതിൽ തന്നെ നമ്മൾ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണ്ട് നമുക്ക് പല രീതിയിലോട്ട് മാറ്റാൻ സാധിക്കുന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ആം റെസ്ലർ എന്ന് പറയുന്നൊരു ഫോമാണ്. നമ്മൾ ആം റെസ്ലർ എന്ന് പറയുന്ന ഫോമിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടെ ഒരു ബോൾഡായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യും. സ്റ്റോക്ക് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷാഡോ ആഡ് ചെയ്യാം. ഷാഡോ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ട്സ്. ഇത് നിങ്ങൾക്ക് നമ്മുടെ കിട്ടില്ല തമ്പനെയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഞാൻ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സേവ് ചെയ്യാം. ഇവിടെ മുകളിലൊരു സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്പോൾ സേവ് ആസ് ഇമേജ് ആണ് ഞാൻ ചെയ്യുന്നത്. സേവ് ആസ് ഇമേജ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയമെൻഷൻസ് കസ്റ്റം എന്നാണ് കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡയമെൻഷൻ്റെ അവിടെ നമ്മൾ അൾട്രയിലോട്ടാക്കണം. അൾട്രയിലോട്ടാക്കിയാൽ നമുക്ക് HD ക്വാളിറ്റിയിലുള്ള തമ്പനെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ സേവ് ടു ഗാലറി കൊടുക്കുക. അപ്പം ഈ റെൻഡറിങ് ഇമേജിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗാലറിയിൽ തന്നെ പോയി സേവ് ആവുന്ന ഉറപ്പാണ് ഫ്രണ്ട്സ്. അപ്പം ഇല്ല റെൻഡറിങ് കാണിക്കുന്നുണ്ട്. എന്നു വെച്ചാൽ ഈ നല്ലൊരു ക്വാളിറ്റി തമ്പനെയിലായതുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് ഇത്രയും താമസമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഗാലറി ചെന്ന് നോക്കാം നമ്മുടെ തമ്പനെയിൽ എങ്ങനെ ഉണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തമ്പനെയിൽ ഇതാ റെഡി ആയിട്ടുണ്ട്. തമ്പനെയിൽ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്, നല്ലൊരു കിടിലൻ തമ്പനെയിൽ ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ തമ്പനെയിലാണ് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഫ്രണ്ട്സ്, നല്ലൊരു HD ക്വാളിറ്റിയിലുള്ള ഒരു നമുക്ക് തമ്പനെയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പം മൊബൈലിലാണ് എല്ലാവരും യൂട്യൂബ് ചാനലും യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ലാപ്ടോപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എഡിറ്റിങ്ങിനും കാര്യങ്ങളും. പക്ഷേ മൊബൈലിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ല HD ക്വാളിറ്റി എല്ലാ ബിഗിനർ യൂട്യൂബേഴ്സിനും ഈ ആപ്ലിക്കേഷൻ ബെസ്റ്റാണ്. ഞാൻ പ്രിഫർ ചെയ്യണതാണ്. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വലിയ കമൻസാണ് എൻ്റെ പ്രോത്സാഹനം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റ്, എന്ത് കണ്ടന്റ് ആയാലും, ടെക് കണ്ടന്റ് ആയാലും എന്ത് കണ്ടന്റ് ആയാലും അത് നിങ്ങളതൊന്ന് കമൻ്റായിട്ട് നിങ്ങളൊന്ന് പറയുക.
ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ബൈ.